ഹായ് ഫ്രണ്ട്സ്. അപ്പോൾ ഇന്ന് എന്താ സ്പെഷ്യൽ അറിയോ? ഇന്നത്തെ സ്പെഷ്യൽ കൈപ്പയ്ക്ക കൊണ്ടുള്ള കറിയാണ്. അപ്പോൾ കൈപ്പയ്ക്ക നിങ്ങളെല്ലാവരും തോരൻ വെച്ച് കഴിച്ചിട്ടുണ്ടാവും, മെഴുക്ക് വരട്ടി ആക്കിയിട്ടുണ്ടാവും, ഇങ്ങനെയൊക്കെ കഴിച്ചിട്ടുണ്ടാവും. അപ്പോഴൊക്കെ നിങ്ങൾക്ക് ഒരു കയ്പ്പ് ഫീൽ ചെയ്തിട്ടുണ്ടാവും. ഒരു പരിധി വരെ നമ്മൾ കയ്പ്പ് കുറച്ച് തോരൻ വെച്ചിട്ടുണ്ട്, മെഴുക്ക് വരട്ടി വെച്ചിട്ടുണ്ട്. ഞാൻ വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് മെഴുക്ക് വരട്ടിയുണ്ട്. അത് നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ അതുപോലെ നമുക്ക് കറി വയ്ക്കാം. നമുക്കൊരു ചേഞ്ച് വേണ്ടേ? എപ്പോഴും സാമ്പാർ, മോരുകറി, അങ്ങനെ ഓരോ കറിയായിട്ട് നമ്മൾ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ നമുക്കൊരു വെറൈറ്റി ആയിട്ടൊരു കറിയാക്കാം. കൈപ്പയ്ക്ക കൊണ്ട് നമുക്കൊരു കറി, വറുത്തരച്ച കറിയാണ്. അപ്പോൾ ഈ കറിക്ക് നമുക്ക് ഒരു ചെറിയ കയ്പ്പ് പോലും ഫീൽ ചെയ്യില്ല. നമ്മൾ വിചാരിക്കും കൈപ്പയ്ക്ക കൊണ്ട് കറി ഉണ്ടാക്കി കഴിഞ്ഞാൽ നല്ല കയ്പ്പായിരിക്കും, കഴിക്കാൻ കഴിയില്ല. അങ്ങനെയൊന്നും ഫീൽ ചെയ്യരുത്. ഒരു കയ്പ്പ് പോലും ഇല്ല ഈ കറിക്ക്. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കൂ. റെസിപ്പി ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടു നോക്കാം. ഓക്കെ, ആദ്യം നമുക്ക് കൈപ്പയ്ക്ക അരിഞ്ഞെടുക്കാം. അപ്പോൾ ഇത് അവിയലിൻ്റെ കഷ്ണം അരിയുന്ന പോലെയാണ് അരിയുന്നത്. പക്ഷെ അത്ര കട്ടി വേണ്ട, കുറച്ച് നമുക്ക് അരിയാം. നമുക്ക് മെഴുക്ക് വരട്ടിക്കും ഇതുപോലെ അരിയാം. അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് കൈപ്പയ്ക്ക അരിഞ്ഞെടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ ഇങ്ങനെ നമുക്ക് കൈപ്പയ്ക്ക അരിഞ്ഞെടുക്കാം. ഞാൻ രണ്ട് കൈപ്പയ്ക്കാണ് എടുത്തത്, കൂടുതലൊന്നും എടുത്തിട്ടില്ല. ചെറിയ 2 കൈപ്പയ്ക്കാണ് എടുത്തത് കേട്ടോ. പിന്നെ ഇത് ഇങ്ങനെ 3 സെക്ഷനായിട്ട് ചെയ്യണം. ആദ്യം നമുക്ക് കൈപ്പയ്ക്കയും ഉള്ളിയും വാട്ടിയെടുക്കണം. പിന്നെ നമുക്ക് നാളികേരം വറുത്തെടുക്കണം. പിന്നെ നമുക്ക് പരിപ്പ് വേവിച്ചെടുക്കണം. ഇത് 3 സെപ്പറേറ്റ് ചെയ്യേണ്ട കാര്യങ്ങളാണ്. അപ്പോൾ ആദ്യത്തെ പണി നമുക്ക് എടുക്കാം. അതാണ് കൈപ്പയ്ക്കയും ചെറിയുള്ളിയും കൂടെ വാട്ടിയെടുക്കുന്നത്. ഞാനൊരു 10-20 ചെറിയുള്ളി എടുത്തിട്ടുണ്ട് കേട്ടോ. ടേസ്റ്റിന് വെല്ലുള്ളി എടുക്കുന്നതിനേക്കാൾ ടേസ്റ്റ് ചെറിയുള്ളി എടുക്കുന്നതാണ്. വെല്ലുള്ളി വേണമെങ്കിലും ഇതുപോലെ അരിഞ്ഞ് നമുക്ക് എടുക്കാം. പക്ഷെ അതിനേക്കാൾ ടേസ്റ്റ്, രുചിയൊക്കെ വരുന്നത് ചെറിയുള്ളിക്കാണ്. അപ്പൊ ഞാനിതൊന്ന് മഞ്ഞപ്പൊടിയും ഉപ്പും ഇട്ടിട്ട് വെള്ളത്തിലൊന്ന് കഴുകി എടുത്തിട്ടുണ്ട് നന്നായിട്ട്. അപ്പൊ ഇത് നമ്മൾ അരിയുന്നതിന് മുന്നേ നമുക്കിത് വെള്ളത്തിലിട്ട് വെക്കാം, ഉപ്പും മഞ്ഞപ്പൊടിയൊക്കെ ഇട്ടിട്ട്. അങ്ങനെയും ചെയ്തു. ഞാൻ അരിഞ്ഞതിന് ശേഷവും ഞാനൊന്ന് മഞ്ഞപ്പൊടിയും ഉപ്പും ഇട്ടിട്ട് വെള്ളത്തിലൊന്ന് കഴുകി ഊറ്റി എടുത്ത് വെച്ചതാണ് ഇപ്പൊ ഇത്. അപ്പൊ ഇങ്ങനെയാണ് ഇപ്പൊ എൻ്റെ കൈപ്പയ്ക്ക ഉള്ളത്. ഇനി ഞാൻ എൻ്റെ ചെറിയുള്ളി കാണിച്ചു തരാം. ഇത്രയും ചെറിയുള്ളി ഞാൻ എടുത്തിട്ടുണ്ട് കറിയിലേക്ക് ഇടാൻ. ചെറിയുള്ളി കൂടുതൽ എടുക്കുന്തോറും ടേസ്റ്റ് കൂടുതലാണ്. ഇത് നന്നാക്കാനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ട് എന്നേ ഉള്ളൂ. പക്ഷെ ഇത് നല്ല ടേസ്റ്റാണ്. ഇനി പറ്റില്ലെങ്കിൽ വെല്ലുള്ളി നമുക്ക് എടുക്കാം, കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇത്രയാണ് ചെറിയുള്ളി ഞാൻ എടുത്തത്. ഇത് ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഒരുപാട് കനം കുറച്ചല്ല, എല്ലാ ചെറിയുള്ളിൻ്റെയും നടുക്കൊന്ന് മുറിച്ചു കൊടുത്തിട്ടുണ്ട്. വേറെ ഒന്നും ചെയ്തിട്ടില്ല, വല്ലാതെ ഒന്നും അരിഞ്ഞിട്ടില്ല. നടുവൊന്നും മുറിച്ചു കൊടുത്തിട്ടുണ്ട്, വേറെ ഒന്നും ചെയ്തിട്ടില്ല. ഞാൻ കാണിച്ചു തരാം. ഇതുപോലെ കണ്ടില്ലേ, ഇതിങ്ങനെ നടുക്ക് കീറിയിട്ടിട്ടേ ഉള്ളൂ. അപ്പൊ അത് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ അത് അങ്ങനെ ആക്കിയത്. അപ്പൊ ഇനി നമുക്കിത് വാട്ടിയെടുക്കാം. അപ്പോൾ ചട്ടിയിലേക്ക് ഞാൻ ഒരു ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് ഈ ചെറിയുള്ളിയും കൈപ്പയ്ക്കയും കൂടെ ഇട്ടിട്ട് നന്നായിട്ട് വാട്ടിയെടുത്തിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം നന്നായിട്ട് മൊരിയിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ചെറുതായിട്ടൊന്ന് വാട്ടിയെടുക്കുകയല്ല ചെയ്തത്, ഒരു ബ്രൗൺ ഷെയ്ഡ് ആവുന്ന വരെ ഞാനത് വാട്ടിയെടുത്തിട്ടുണ്ട്.
എൻ്റെ കൈപ്പക്കയുടെ കളറൊക്കെ ഒന്ന് മാറി വന്നു, ഷെയ്ഡൊക്കെ ഒന്ന് മാറി ചെറുതായിട്ടൊന്ന് വഴഞ്ഞു വന്നിട്ടുണ്ട്. അപ്പോൾ എനിക്ക് കുറച്ച് നേരം കൂടെ ഇടണം എന്നാണ്. അത്യാവശ്യം നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട് ഞാൻ. അപ്പോൾ ഇത് അവിടെ ഇരുന്നോട്ടെ. നമുക്ക് ഈ സമയം തന്നെ നമുക്ക് നമ്മുടെ നാളികേരം വറുത്തെടുക്കാം. അപ്പോൾ ഇത് ഞാൻ സ്റ്റൗവിലേക്ക് മാറ്റി വെച്ചു. അപ്പോൾ അടുത്ത സ്റ്റൗവിൽ ഞാൻ നാളികേരം വറുക്കാൻ പോവാണ്. അപ്പോൾ അതിൽ എന്തൊക്കെയാണ് ആഡ് ചെയ്തതെന്ന് കാണാം. അപ്പം ഞാൻ 1 കപ്പ് നാളികേരം ഞാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 4 ചെറിയുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കറിവേപ്പില നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. എരിവിന് വറ്റൽമുളക് ആഡ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് കഷ്ണം വേവിക്കുമ്പോൾ പച്ചമുളക് ആഡ് ചെയ്യാം. ഞങ്ങളിവിടെ അധികം എരിവ് സ്പൈസി കൂട്ടാറില്ല, അത് കാരണം ഞങ്ങൾ കുറച്ച് മുളക് എടുക്കുന്നുള്ളൂ. അപ്പോൾ വീഡിയോയിൽ ഞാൻ കുറച്ച് മുളക് കാണിക്കുന്നുള്ളൂ. അപ്പോൾ നിങ്ങളുടെ ആവശ്യാനുസരണം നിങ്ങൾക്കത് മാറ്റിയെടുക്കാം. ഇനി വറ്റൽമുളക് താല്പര്യമില്ലെങ്കിൽ നമുക്ക് മുളക് പൊടി, നല്ല എരിവുള്ള മുളക് പൊടി ഇട്ട് കൊടുത്താലും കുഴപ്പമില്ല. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. അതൊന്ന് ടേസ്റ്റ് കൂടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഇത് മൊരിഞ്ഞ് വരുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും. നാളികേരത്തിൽ നിന്ന് എണ്ണ കുറച്ചൊക്കെ ഇറങ്ങി വരും ഡ്രൈ ആവുമ്പോൾ, പക്ഷെ ഒരുപാടൊന്നും ഉണ്ടാവില്ല. എന്നാലും ഞാനൊരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ അതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ മുളക് പൊടി ആഡ് ചെയ്യാനാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഇത് നന്നായിട്ട് വറുത്തെടുക്കണം, കളർ നന്നായിട്ട് മാറി വരണം. അപ്പോൾ അതുവരെ നമുക്കിത് ഇളക്കി എടുക്കാം. ഇതിലേക്ക് ഞാൻ 1 തണ്ട് കറിവേപ്പില ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് നമുക്ക് മുന്നേ ചെയ്യാം, ഞാൻ പെട്ടെന്ന് ഓർമ്മ വന്നത് ഇപ്പോഴാണ്. അപ്പോൾ ഞാൻ ആഡ് ചെയ്തു. അപ്പോൾ എൻ്റെ നാളികേരത്തിൻ്റെ കളറ് മാറി, കണ്ടില്ലേ, നല്ല ബ്രൗൺ കളറായി വരുന്നുണ്ട്. അപ്പോൾ അത് ഒന്നും കൂടെ ബ്രൗൺ കളർ ആയിട്ടാണ് ഞാൻ പൊടികളൊക്കെ ആഡ് ചെയ്തത്. അപ്പോൾ എൻ്റെ നാളികേരം ഇപ്പോൾ പെർഫെക്റ്റ് കളറിലിരിക്കുന്നുണ്ട്. അപ്പോൾ അതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയാണ് ആഡ് ചെയ്ത് കൊടുത്തത്. ഇനി ഇതിലേക്ക് നമുക്ക് മുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പം ഞാൻ എരിവിനനുസരിച്ചാണ് മുളക് പൊടി എടുത്തത്. എൻ്റെ മുളക് പൊടി നല്ല എരിവാണ്, അത് കാരണം 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നിങ്ങൾക്ക് കളർ കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഞാൻ പിന്നെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അത് കാശ്മീരി മുളക് പൊടിയാണ് ഇപ്പോൾ ലാസ്റ്റ് ആഡ് ചെയ്തത്. അപ്പോൾ അതും ഞാനൊരു 1/4 ടീസ്പൂൺ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇത്രയാണ് എൻ്റെ പൊടികൾ. ഇനി ഈ പൊടികളുടെ പച്ചമണം മാറുന്ന വരെ ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. അപ്പോൾ ഇപ്പോൾ പച്ചമണം മാറുന്ന വരെ ഞാൻ ഇളക്കി കൊടുക്കാൻ പോവാണ്. പിന്നെ വേറൊരു കാര്യം ഞാൻ പറയാൻ പറഞ്ഞത്, പുളി നമ്മൾ കുറച്ച് വെള്ളത്തിലിട്ട് വെക്കണം കേട്ടോ. അപ്പോൾ അത് ഞാൻ കാണിച്ചു തരാം ഞാൻ എത്ര പുളി ഇട്ടതെന്ന്. അപ്പോൾ എൻ്റെ നാളികേരം നല്ല സ്മെല്ല് വരുന്നുണ്ട്, നല്ല പച്ചമണമൊക്കെ മാറി നല്ല അടിപൊളിയായിട്ടുണ്ട്. അപ്പം ഞാൻ എൻ്റെ കൈപ്പയ്ക്ക ഒന്ന് നോക്കുകയാണ്. ഇടയ്ക്ക് കൈപ്പയ്ക്ക ഇളക്കിയിട്ട് കൊടുക്കാൻ മറക്കരുത്. എനിക്ക് ഇത് ഇത്ര ആയാൽ പോരാന്നുള്ളൊരു അഭിപ്രായമാണ്. അപ്പോൾ കുറച്ചും കൂടി ഒന്ന് നേരം ഞാനിത് സ്റ്റൗവിൽ വെക്കുന്നുണ്ട്. അപ്പോൾ അതവിടെ ആയിക്കോട്ടെ. ആ നേരം നമുക്ക് നാളികേരം അരച്ച് വെക്കാം. ചൂടാറിയതിന് ശേഷം അരയ്ക്കാവൂ, ഇല്ലെങ്കിൽ ജാറ് കേട് വന്നു പോകും. അപ്പോൾ ഞാൻ ചൂടാറിയതിന് ശേഷമാണ് നാളികേരം അരച്ചത്. വറുത്ത നാളികേരം അരയ്ക്കുമ്പോൾ നമ്മൾ ആദ്യം വെള്ളമൊന്നും ഒഴിക്കാതെ പൊടിച്ചിട്ട് എടുക്കണം. അതിനുശേഷം വെള്ളം ഒഴിച്ചു കൊടുത്താൽ നല്ല അടിപൊളിയായിട്ട് അരഞ്ഞു കിട്ടും. ആദ്യം തന്നെ വെള്ളം ഒഴിക്കേണ്ട, അത് നന്നായിട്ട് വറുത്ത് വെച്ചതുകൊണ്ട് ആദ്യം പൊടിച്ചെടുത്തിട്ട് വെള്ളം ഒഴിച്ച്
അരച്ചെടുക്കാം. ഞാൻ 1/2 കപ്പ് പരിപ്പാണ് എടുക്കുന്നത്. അപ്പോൾ ഇത് നന്നായി വാഷ് ചെയ്ത് കുക്കറിൽ വേവുന്നവരെ വിസിലിടാം. ഞാനൊരു 3 വിസിലടിച്ചു. ഇത് വെള്ളത്തിലിട്ടിട്ടില്ല, വെള്ളത്തിലിട്ട ഒറ്റ വിസിൽ മതി. അപ്പോൾ അത് വേവിക്കാം. അപ്പോൾ എൻ്റെ പരിപ്പ് വെന്ത് വന്നിട്ടുണ്ട്. അപ്പം ഞാൻ ഇത്രയാണ് പരിപ്പ് എടുത്തത്. ഇനി പുളി, ഞാനെടുത്ത പുളി ഇത്രയാണുള്ളത്. അപ്പോൾ ഇത് ഒരു കുരുള്ള പുളിയാണ്, അതുകൊണ്ട് കുറച്ച് കൂടുതൽ തോന്നുന്നത്. ഞാൻ എൻ്റെ പരിപ്പ് ചട്ടിയിലേക്ക്, ഞാൻ മൺചട്ടിയിൽ വെക്കാനുള്ള ഒരു പ്ലാനിലാണ്. അപ്പോൾ അത് ചട്ടിയിലേക്ക് ഞാൻ മാറ്റി. ഇനി ഇതിലേക്ക് നമുക്ക് നാളികേരം അരച്ച് വെച്ചത് ചേർക്കാം. അതിൻ്റെ കൂടെ തന്നെ പുളി ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം അതിലേക്ക് നമ്മൾ നന്നായി വഴറ്റി വെച്ച് കൈപ്പയ്ക്കയും ചേർത്തി കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് നമുക്കിത് തിളപ്പിച്ചെടുക്കണം. അപ്പം എങ്ങനെയാണ് നമുക്കൊന്ന് കണ്ടു നോക്കാം. ആദ്യം ഞാൻ ചേർത്തി കൊടുത്തത് നാളികേരം അരച്ചതാണ്. ഇനി ഞാൻ ഇതിലേക്ക് ഒഴിക്കാൻ പോകുന്നത് പുളി പിഴിഞ്ഞ വെള്ളമാണ്. അപ്പോൾ ഈ കറീൻ്റെ മുന്നിലേക്ക് നിൽക്കേണ്ടത് പുളിയാണ്. അപ്പോൾ പുളി പിഴിഞ്ഞ വെള്ളം ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വഴറ്റി വെച്ച കൈപ്പയ്ക്കയും ഉള്ളിയും കൂടെ ചേർത്തി കൊടുക്കുകയാണ്. ഒരു കാര്യം പറയാൻ മറന്നുപോയി, ഞാൻ കൈപ്പയ്ക്കയും ഉള്ളിയും വാട്ടിയതിൽ കുറച്ച് ഉപ്പിട്ടിട്ടുണ്ടായിരുന്നു. അത് ഞാൻ പറയാൻ വിട്ടുപോയതാണ്. അപ്പോൾ ഉപ്പിടുമ്പോൾ ഇനി ശ്രദ്ധിക്കുക. പുളിയിലും ഉപ്പിട്ടുണ്ടായിരുന്നു. കല്ലുപ്പിട്ട പുളിയാണ് നമ്മൾ വെള്ളത്തിലിട്ട് പിഴിഞ്ഞെടുത്തത്. അപ്പോൾ ഉപ്പിടുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം. അപ്പോൾ ഇത് ഞാനിപ്പോൾ കഷ്ണങ്ങളും അതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്ത് അടച്ചു വെച്ച് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ ഇതിൽ കുറച്ച് വെള്ളമെങ്കിലും നമ്മൾ വറ്റിച്ചെടുക്കണം. അപ്പോഴാണ് ഇതിന് ടേസ്റ്റ് ഉള്ളത്. അപ്പോൾ നമുക്ക് അടച്ചു വെച്ച് തിളപ്പിച്ച് വറ്റിച്ചെടുക്കാം. കണ്ടില്ലേ, എൻ്റെ കറി നല്ല അടിപൊളിയായിട്ട് തിളയ്ക്കുന്നുണ്ട് കേട്ടോ. നല്ല അടിപൊളി സ്മെല്ല് വരുന്നുണ്ട്. ആ വറുത്തരച്ച തേങ്ങയുടെയും പുളിയുടെയൊക്കെ മണം നല്ല അടിപൊളിയായിട്ട് വരുന്നുണ്ട്. അപ്പം ഇത് ഇനി നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം. ഞാനിതിനി അടച്ചു വെക്കുന്നില്ല, തുറന്ന് വെച്ചിട്ടാണ് തിളപ്പിക്കുന്നത്.
ഇത് ചട്ടിയിൽ വെച്ച കാരണം ഇത് നമ്മൾ സ്റ്റവ് ഓഫാക്കിയാലും വീണ്ടും ഇത് ചൂട് കാരണം ഇരുന്ന് കുറുകും. എന്നാൽ പോലും ഞാനിപ്പോൾ ഓഫാക്കുന്നില്ല. ഞാനൊരു 5 മിനിറ്റെങ്കിലും ഇതിങ്ങനെ തിളപ്പിക്കാനുള്ള പ്ലാനിലാണ്. അപ്പോഴേ അതിൻ്റെ ടേസ്റ്റ് വരുള്ളൂ. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ എൻ്റെ കറി ഒരു 5 മിനിറ്റ് തിളച്ചു, നന്നായിട്ട് വെട്ടി തിളച്ചു. കറി ഒന്ന് കുറുകിയിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ കുറച്ച് കറിവേപ്പില ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി ഇത് നമുക്ക് താളിക്കണം. വറവിടണം എന്ന് പറയും ഞങ്ങൾ. അപ്പോൾ നമുക്ക് താളിക്കുന്നതിലേക്ക് എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ഞാൻ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ട് വറവിടാൻ വേണ്ടിയിട്ട്. ഇതിലേക്ക് 1 ടീസ്പൂൺ കടുക് അല്ലെങ്കിൽ 1.5 ടീസ്പൂൺ കടുക്, വറ്റൽമുളക്, കറിവേപ്പില ഇത്രയും ആഡ് ചെയ്യാം. കടുക് പൊട്ടിയതിന് ശേഷം കറിവേപ്പിലയും വറ്റൽമുളകും ആഡ് ചെയ്യാൻ പാടുള്ളൂ കേട്ടോ. എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്, ഞാനിത് പറയേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ അങ്ങനെ ചെയ്യാം. എന്നിട്ട് നമുക്ക് ഇത് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചു കൊടുത്തിട്ട് അപ്പം തന്നെ നമ്മളത് ഇളക്കരുത്. ഇത് ഒഴിച്ച് വെച്ചതിന് ശേഷം അപ്പം തന്നെ നമ്മൾ ആ കറി അടച്ച് വെക്കണം. എന്നിട്ട് ഒരു 5 മിനിറ്റ് ശേഷം 5 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം അത് തുറന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ നമുക്ക് ആ ഇതിൻ്റെ ഫ്ലേവറൊക്കെ ആ കറിയിലേക്ക് മിക്സ് ആവും. അത് ഏതൊരു കറി നമ്മൾ താളിക്കുമ്പോഴും അങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇത് ഇട്ടതിന് ശേഷം അപ്പം തന്നെ ഇളക്കി കൊടുക്കരുത്. ജസ്റ്റ് അടച്ച് വയ്ക്കുക. അതിനുശേഷം ഒരു 5 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് കറി ഇളക്കി കൊടുത്താൽ മതി. അപ്പോൾ എൻ്റെ കറി എങ്ങനെ ഉണ്ടെന്ന് നോക്കാം. ഇത് ഞാൻ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ഒഴിച്ചു കൊടുത്ത് അപ്പം തന്നെ ഞാനത് അടച്ചു വെച്ചു. ഇനി ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് ഞാനിത് തുറന്ന് കാണിച്ചു തരാം. അപ്പോൾ 5 മിനിറ്റ് കഴിഞ്ഞു. ഞാനിത് തുറന്ന് നോക്കുമ്പോൾ എങ്ങനെയാണ് എൻ്റെ കറി. ഇനി ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. നമുക്ക് ചോറിൻ്റെ കൂടെ കഴിക്കാം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ. ഇത് നല്ല അടിപൊളി ടേസ്റ്റാണ്. നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഒരു കയ്പും ഈ കറിക്കില്ല. ചോറിൻ്റെ കൂടെ ഇത് മാത്രം മതി നമുക്ക് അടിപൊളിയായിട്ട് കഴിക്കാം.